ഇപ്പോൾ 265 പേർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന സ്ഥിരീകരണം. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ അഹമ്മദാബാദിലുണ്ട് അരവിന്ദ്, അവിടുത്തെ ആളുകളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും വളരെ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു മേഖല തന്നെയല്ലേ? അപ്പോൾ മരണസംഖ്യ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം ഇനിയും കൂടാനുള്ള സാഹചര്യം തന്നെയല്ലേ കാണുന്നത്? അവിടുത്തെ മരണസംഖ്യ ഉയർന്നേക്കാമെന്നുള്ള സംശയങ്ങളുണ്ട്. കാരണം ഇത് ഈ ജനവാസ മേഖലയാണെങ്കിലും സമീപത്തെ കുറച്ച് ചേരി പ്രദേശങ്ങളുണ്ട്. ഇതിന്റെ സമീപത്തായി അവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു. അവിടെ ചെറിയ ആ കടകളടക്കമുണ്ടായിരുന്നു. ഈ കടകളെല്ലാം പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി പേരെ കാണാതായെന്നുള്ള ആരോപണവും ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണവും അതുപോലെ തന്നെ ബാക്കി പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക കണക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം 265 എന്നതാണ് ഇപ്പോൾ ഒരു ദേശീയ വാർത്താ ഏജൻസിയായ PTI അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 265 എന്ന് പറയുമ്പോൾ വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ, അവരുടെ മരണം പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ, ഹോസ്റ്റൽ മുറിയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അത് 4 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 20 പേർ പ്രദേശവാസികൾ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ പേർ ഉണ്ടെന്നുള്ള വാദം ഇവിടെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും പരിശോധനകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിമാന അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ മേഖലയിൽ കുന്നുകൂടി കിടക്കുകയാണ്. ഇതിന്റെ അടിയിലെല്ലാം പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് ഏതോളം മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോയത്. DNA സാമ്പിൾ പരിശോധന മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ 6 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ നടപടികൾ പൂർത്തിയായി എത്രയും പെട്ടെന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ അവരുടെ ഉറ്റവർക്ക് കൈമാറാനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയം ഇന്ന് രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സംഭവ സ്ഥലവും അതുപോലെ തന്നെ പരിക്കേറ്റവരെയും സന്ദർശിച്ചിരുന്നു. കൃത്യമായി നടപടികൾ ഉണ്ടാകും. കാരണം എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായതുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനുശേഷം കൃത്യമായ നടപടികൾ ഉണ്ടാകും. അല്ലെങ്കിൽ ആരെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കൃത്യമായ നടപടികൾ ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള നടപടികൾ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു ബ്ലാക്ക് ബോക്സ് വിമാനത്തിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന ബ്ലാക്ക് ബോക്സ് മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം കണ്ടെത്തിയെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. കാരണം പിൻഭാഗം തകരാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ ഹോസ്റ്റൽ മുറിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു ഇപ്പോൾ വിമാനത്തിന്റെ പിൻഭാഗം ഉണ്ടായിരുന്നു. യാതൊരുവിധ തകരാറും ഈ പിൻഭാഗത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ മുൻഭാഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൂർണ്ണമായും അത് പൊട്ടിത്തെറിച്ച് പല മേഖലകളിലായിട്ട് ചിന്നിച്ചിതറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോക്സ് മറ്റു ഭാഗങ്ങളിലേക്ക് അടക്കം തെറിച്ചു വീണാൻ ഒരു സാഹചര്യമുണ്ട്. ഇതിനുവേണ്ടിയുള്ള പരിശോധനകൾ ഇന്നലെ രാത്രി 10 മണിയോടുകൂടി തന്നെ DGCA ആരംഭിച്ചിരുന്നു. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എയർ ഇന്ത്യ CEO അടക്കം ഇന്ന് മേഖലയിൽ എത്തുകയും അതുപോലെ തന്നെ NDRFന്റെ മേധാവി ഈ മേഖലയിൽ എത്തിയിരുന്നു. സാഹചര്യം വിലയിരുത്തിയിരുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ സാഹചര്യം വിലയിരുത്തി. ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ നിലവിലെ സാഹചര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ആഭ്യന്തരമന്ത്രി എത്തിയിരുന്നു. അതുപോലെ തന്നെ കൃത്യമായ ഓരോ നിമിഷവും കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ച് തന്നെ വരികയാണ് സാഹചര്യം. എന്തായാലും സർക്കാരിന്റെ പൂർണ്ണ ഏകോപനത്തോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പൂർണ്ണ പിന്തുണയാണ് ഗുജറാത്ത് സർക്കാരിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ, അത് വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ അത് നൽകുവാനും സർക്കാർ സജ്ജമാണെന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അരവിന്ദ്, അതുപോലെ ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എത്ര മൃതദേഹങ്ങളാണ് നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലുള്ളത്? ഈ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ടോ അവിടെ? ഇതിനോടകം തന്നെ 6 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കാരണം 6 മൃതദേഹങ്ങൾ, ഇന്നലെ DNA സാമ്പിളുകൾ നൽകിയവരുണ്ട്. അവരിൽ നിന്നുള്ള 6 മൃതദേഹങ്ങൾ ഇന്ന് കൈമാറിയിട്ടുണ്ട്. 265 മൃതദേഹങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സമയം ഇതിനല്പം എടുക്കുമെന്ന് തന്നെ മനസ്സിലാകുന്നു. ഇന്ന് ഇപ്പോൾ നിരവധി ഡോക്ടർമാരടക്കം നിരവധി സംഘങ്ങളാണ് ഈ DNA സാമ്പിളുകൾ യോജിപ്പിച്ച് നോക്കുവാൻ വേണ്ടി ഇവിടെ ഉള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉറ്റവർക്ക് അവരുടെ മൃതദേഹങ്ങൾ കൈമാറാനുള്ള പ്രയത്നം തന്നെ ഇവിടെയുള്ള ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അടക്കം നടത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിരവധി പേർ എത്തി അവരുടെ സാമ്പിളുകൾ നൽകിയിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഇനി ഏറെ എത്താനുള്ളത്. നിരവധി പേർ എത്താനുണ്ടെന്നും നമ്മൾ ഇവിടുത്തെ ഡോക്ടർമാരോടക്കം സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നു. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി പേർ എത്തി അവരുടെ സാമ്പിളുകൾ നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും തന്നെ പ്രതീക്ഷിക്കുകയാണ്. ശരി, അഹമ്മദാബാദിൽ നിന്ന് PR അരവിന്ദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.